ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മാർച്ച് മാസം ലബാനോനിലെ ക്രൈസ്തവർക്ക് വേദനയുടെ കാലമാണ്. ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിൻ്റെയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൽ അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ക്രൈസ്തവ ഗ്രാമങ്ങൾ പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ നമ്മൾ മലയാളികൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. പല നിലകളിലാണ് നമ്മൾ യുദ്ധത്തിൻ്റെ തീവ്രത അനുഭവിക്കുന്നത്. ഒന്നാമതായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ ധാരാളം സഹോദരങ്ങളുണ്ട്. അവരെല്ലാം ഭീതിയിലാണ്. അവരുമായി ബന്ധപ്പെട്ട കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വലിയ ആകുലതയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ധാരാളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. യാത്ര ചെയ്യേണ്ട നിരവധി ആളുകളുടെ യാത്രകൾ മുടങ്ങിയിരിക്കുന്നു. മൂന്നാമതായിട്ട് ഈ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ നീക്കം തടസ്സപ്പെട്ടതോടെ നമ്മുടെ രാജ്യമാകെ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഹോട്ടലുകൾ, നമ്മുടെ സമീപത്തുള്ള ഹോട്ടലുകൾ പോലും അടഞ്ഞു പോയിരിക്കുന്നു. ഇതെല്ലാം യുദ്ധത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാണ്. എന്നാൽ യുദ്ധം നേരിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇറാനിൽ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ അയൽ രാജ്യമായ ലെബനോനിലും തീവ്രമായ യുദ്ധത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്ന ആ യുദ്ധം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ലെബനോൻ എന്ന രാജ്യം സമ്പന്നമായ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. ദേവദാരുക്കളുടെ നാടെന്നറിയപ്പെടുന്ന ലബാനോൻ ഇന്ന് പുകയുന്ന യുദ്ധഭൂമിയാണ്. മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ അവസാനത്തെ കോട്ടയായി കരുതപ്പെടുന്ന ഈ രാജ്യം ഒരു വലിയ ആസ്തിത്വ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 2023 തുടങ്ങി 2026 മാർച്ച് ഈ മാസത്തോടെ അതീവ ഗുരുതരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ തീവ്രത അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലെബനോൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെയായ അടിത്തറയെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷങ്ങൾക്കിടയിലൂടെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ലെബനീസ് ക്രൈസ്തവ സമൂഹം എങ്ങനെ തങ്ങളുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുവാൻ പോകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ 71 തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഭൂമികളിൽ ഒന്നാണ് ലബാനോൻ. കരുത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായ ലബാനോനിലെ ദേവദാരുക്കൾ സങ്കീർത്തനങ്ങളിൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും എന്ന് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നുണ്ട്. ശലോമോൻ രാജാവ് ജെറുസലേമിലെ വിശുദ്ധ ദേവാലയം പണിയാൻ ലബാനോനിൽ നിന്നുള്ള മരങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. യേശു തൻ്റെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച കാന എന്ന ഗ്രാമം ദക്ഷിണ ലെബനോനിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ഇസ്രായേലിലെ നഗരങ്ങളായ കോരസീനിലും ബേത്സയിദയിലും താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ലെബാനോനിലെ ടൈറിലും സീദോനിലും ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു എന്ന് യേശു ഒരിക്കൽ പറഞ്ഞു. ആ നഗരങ്ങളിലെ ജനങ്ങൾ സത്യവിശ്വാസത്തെ സ്വീകരിക്കുവാൻ കൂടുതൽ സന്നദ്ധരാണെന്ന ഒരു സന്ദേശമാണ് യേശുവിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, യേശുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണുകൂടിയാണ് സോറും സീദോനും. യേശു ഈ നഗരങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും സുവിശേഷം അറിയിച്ച ആദിമ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പ്രദേശം എന്നുള്ളതും നമുക്ക് പ്രത്യേകതയോടെ എടുത്തു പറയുവാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 4-ാം നൂറ്റാണ്ടിൽ സിറിയയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മാറോന്റെ പിൻഗാമികളായ മരോനൈറ്റ് ക്രൈസ്തവരാണ് ലബാനോനിലെ പ്രമുഖ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ മാരോൻ തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ലെബനോൻ സന്ദർശിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന അബ്രഹാം സൈറസ് ആണ് മാരോന്റെ ആത്മീയ പാത ലബാനോനിലെ പർവ്വത നിരകളിലേക്ക് എത്തിച്ചത്. മാരോന്റെ ശിഷ്യനായ അബ്രഹാം ലബാനോനിലെ അപ്പോസ്തോലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മതപീഡനങ്ങളെ തുടർന്ന് മരോനൈറ്റ് ക്രിസ്ത്യാനികൾ ലബാനോനിലെ ഖാദീശ താഴ്വരയിൽ അഭയം പ്രാപിക്കുകയും അവിടെ ഉറച്ച ഒരു ക്രൈസ്തവ സമൂഹം അവർ കെട്ടിപ്പടുക്കുകയും ചെയ്തു. പീഡനങ്ങളെ അതിജീവിക്കാനാണ് ഇവർ ലബാനോനിലെ പർവ്വതനിരകളിൽ അഭയം തേടിയത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1920-ൽ ഗ്രേറ്റർ ലബാനോൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നതോടെ മനോനൈറ്റുകളുടെ പാത്രിയാർക്കീസ് ആയിരുന്ന ഇല്യാസ് ഹൊയേക്ക് അതിനൊരു നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. അങ്ങനെ 1943-ൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഉണ്ടാക്കിയ
ഒരു നാഷണൽ പാക്ട് പ്രകാരം ലെബാനോന്റെ പ്രസിഡന്റ് സ്ഥാനം എല്ലാ കാലത്തും ഒരു ക്രിസ്ത്യാനിക്കായി സംവരണം ചെയ്യപ്പെട്ടു. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഏക ക്രിസ്തീയ ഭൂരിപക്ഷ ജനാധിപത്യ രാജ്യമായി ലെബാനോൻ മാറി. പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറിയത് എന്ന് പരിശോധിക്കാം. 1932 സെൻസസ് പ്രകാരം ക്രൈസ്തവർക്കായിരുന്നു രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ അവസ്ഥ മാറി മറിഞ്ഞിരിക്കുന്നു. അതിന് പ്രധാനമായി 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രൈസ്തവർക്കിടയിലെ ജനന നിരക്ക് വളരെ കുറവാണ്. അത് നമ്മുടെ കേരളത്തിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പക്ഷേ ഉയർന്ന ജനന നിരക്കുള്ളതുകൊണ്ട് അവരുടെ അംഗസംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യുദ്ധങ്ങളും സാമ്പത്തിക തകർച്ചയും കാരണം ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ലെബാനോനിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ കുടിയേറി പാർത്തു. മൂന്നാമത്തെ കാര്യം, അയൽരാജ്യങ്ങളായ പാലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും എത്തിയ ലക്ഷക്കണക്കിന് മുസ്ലിം അഭയാർത്ഥികൾ ലെബാനോന്റെ ജനസംഖ്യാ സമവാക്യങ്ങളെയെല്ലാം അട്ടിമറിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഏതാണ്ട് 32-34% താഴെ മാത്രമാണ് ക്രൈസ്തവരുടെ അംഗസംഖ്യ ലെബാനോനിലുള്ളത്. ഇനി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലെബാനോൻ. എങ്ങനെയാണ് ആ സ്വാധീനം അവരുണ്ടാക്കിയത്? 1982 ഇസ്രായേൽ ലെബാനോൻ ആക്രമിച്ചപ്പോൾ അതിനെതിരെ പോരാടാൻ രൂപീകരിക്കപ്പെട്ട ഒരു ഷിയ സായുധ സംഘമായിരുന്നു ഹിസ്ബുള്ള. ലെബാനോനിലെ ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ഈ സാഹചര്യം അവർ നന്നായി ഉപയോഗിച്ചു. ഇസ്രായേലിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു അവരുടെ പ്രാഥമികമായ ലക്ഷ്യം. ഹിസ്ബുള്ളയുടെ വളർച്ചയിൽ ഇറാന് വലിയ പങ്കുണ്ട്. ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിന്റെ 1500ഓളം ഇൻസ്ട്രക്ടർമാർ ലെബാനോനിലേക്ക് വന്ന് ഹിസ്ബുള്ള പോരാളികൾക്ക് പരിശീലനവും പണവും ആയുധങ്ങളും ഒക്കെ നൽകി. സിറിയൻ ഗവൺമെന്റ് അവർക്ക് ലെബനോനിൽ പ്രവർത്തിക്കുവാനുള്ള അനുമതിയും സഹായവും നൽകി. 1989 തായിഫ് എഗ്രിമെന്റ് പ്രകാരം ലെബനോനിലെ എല്ലാ സായുധ ഗ്രൂപ്പുകളും ആയുധം വെച്ച് കീഴടങ്ങണമെന്ന നിയമം കൊണ്ടുവന്നു. എന്നാൽ ഇസ്രായേൽ അധിനിവേശനത്തിനെതിരെ പോരാടുന്ന പ്രതിരോധ സേന എന്ന നിലയിൽ ഹിസ്ബുള്ളയ്ക്ക് മാത്രം ആയുധം കൈവശം വയ്ക്കാൻ അനൗദ്യോഗികമായി അനുവാദം നൽകി. ഇത് അവരെ രാജ്യത്തെ ഏക സായുധ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി. ലെബനോൻ ഗവൺമെന്റ് പരാജയപ്പെട്ട ഇടങ്ങളിലെല്ലാം ഹിസ്ബുള്ള ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകി തുടങ്ങി. അവർ സ്വന്തമായി ആശുപത്രികൾ, സ്കൂളുകൾ, ജിഹാദ് അൽ ബിന എന്ന പേരിലുള്ള കാർഷിക വികസന ഏജൻസികളും പലിശരഹിത ലോൺ നൽകുന്ന ബാങ്കുകളും ഒക്കെ സ്ഥാപിച്ചു. ഇത് ദക്ഷിണ ലെബനോനിലെ ബെയ്റൂട്ടിലെയും ദരിദ്രരായ ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വാധീനവും ജനപിന്തുണയും ഉണ്ടാക്കി കൊടുത്തു. 2000 ആയപ്പോഴേക്ക് ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലെബനോനിൽ നിന്ന് പിന്മാറിയത് ഹിസ്ബുള്ളയുടെ ഒരു വലിയ വിജയമായി ആഘോഷിക്കപ്പെട്ടു. ഇത് ഹിസ്ബുള്ളയെ ലെബനോനിൻ്റെ രക്ഷകർ എന്ന ഒരു പദവിയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1992 ആയപ്പോഴേക്ക് ഹിസ്ബുള്ള അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുവാൻ തുടങ്ങി. പാർലമെൻറ്റ് അംഗങ്ങളാകുവാനും അങ്ങനെ ഗവൺമെൻറ്റിൽ സ്വാധീനമുണ്ടാക്കുവാനും അവർക്ക് സാധിച്ചു. 2008 ഗവൺമെൻറ് ഹിസ്ബുള്ളയുടെ സ്വകാര്യ വാർത്താവിനിമയ ശൃംഖല നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഹിസ്ബുള്ള സൈനികമായി ബെയ്റൂട്ട് നഗരം തന്നെ പിടിച്ചെടുത്തു. അതോടെ ഗവൺമെൻറ്റിന് ഹിസ്ബുള്ളയുടെ നിബന്ധനകൾക്ക് വഴങ്ങി അവരെ അംഗീകരിച്ചുകൊണ്ട് ഭരണത്തിൽ അവർക്ക് ഇടപെടുവാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. നിലവിൽ ലെബാനോൻ സൈന്യത്തെക്കാൾ കൂടുതൽ ആയുധബലമുള്ള ഒരു സേനയായി ഹിസ്ബുള്ള മാറിയിരിക്കുന്നു. സ്വന്തമായി സാമ്പത്തിക സ്രോതസ്സുകളും സൈനിക സംവിധാനങ്ങളുമുള്ള ഹിസ്ബുള്ള ഇന്ന് ലെബനോനിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സൈനിക ശക്തിയാണ്. എന്നാൽ ഇസ്രായേൽ അതിശക്തമായി ഇവർക്കെതിരെ പോരാടുകയും അവരുടെ നട്ടെല്ലൊടിക്കുകയും ചെയ്തത് കഴിഞ്ഞ യുദ്ധകാലത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ യുദ്ധത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മാർച്ച് മാസം ലെബാനോനിലെ ക്രൈസ്തവർക്ക് വേദനയുടെ കാലമാണ്. ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിൻ്റെയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൽ അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ക്രൈസ്തവ ഗ്രാമങ്ങൾ പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 9 ക്ലായ ഗ്രാമത്തിലെ മെറോനൈറ്റ് വൈദികൻ ഫാദർ പിയറി അൽ റാഹി കൊല്ലപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ഇസ്രായേൽ അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ സഹായിക്കാൻ ഓടി ചെല്ലുന്നതിനിടയിലാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ദക്ഷിണ ലെബനോനിലെ പരമ്പരാഗത ക്രൈസ്തവ ഗ്രാമങ്ങളായ റമേഷ്, അൽമ അൽ ഷാബ്
എന്നീ ഗ്രാമങ്ങൾ ഇന്ന് ശൂന്യമാണ്. തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിടാൻ ഹിസ്ബുള്ളയെ അനുവദിക്കാതിരുന്ന ക്രൈസ്തവർക്ക് ഒടുവിൽ ഇസ്രായേലിൻ്റെ അന്ത്യശാസനത്തെ തുടർന്ന് ഈ ഗ്രാമങ്ങൾ തന്നെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളും വീടുകളും ഉപേക്ഷിച്ച് UN ഒരുക്കുന്ന സമാധാന സേനയുടെ അകമ്പടിയോടെ അവർക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഇനി സാമ്പത്തികമായ തകർച്ചയെക്കുറിച്ചുകൂടെ നോക്കാം. യുദ്ധം ഭൗതികമായ നാശനഷ്ടങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്. 2019 മുതൽ ലെബാനോൻ നേരിടുന്ന സാമ്പത്തിക തകർച്ച യുദ്ധത്തോടെ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലെബനീസ് പൗണ്ടിൻ്റെ മൂല്യം 98% ഇടിഞ്ഞു. ക്രൈസ്തവ സഭകൾ നേരിട്ട് നടത്തി വരുന്ന 5 ആശുപത്രികളും 40ഓളം ആരോഗ്യ കേന്ദ്രങ്ങളും യുദ്ധം മൂലം അടച്ചുപൂട്ടേണ്ടി വന്നു. മാത്രവുമല്ല 300-ലധികം സ്കൂളുകൾ, ക്രൈസ്തവരുടെ സ്കൂളുകൾ ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളായി മാറിയിരിക്കുന്നു. സഭയുടെ ഈ സ്ഥാപനങ്ങൾ തകരുന്നത് ലെബനോനിലെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ നട്ടെല്ല് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവസാനമായി നമുക്ക് പരിശോധിക്കേണ്ടത്. ലെബനോനിലെ മെനോനൈറ്റ് പാത്രിയാർക്കീസ് ബിഷാര റായി നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ലെബനോൻ ഒരു നിഷ്പക്ഷ രാജ്യമായി മാറണം. ആയുധങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരിക്കുവാൻ പാടുള്ളൂ. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളും ഹിസ്ബുള്ളയുടെ സൈനിക നീക്കങ്ങളും ഈ വിശുദ്ധ ഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ബൈബിൾ വാഴ്ത്തിപ്പാടിയ ഒരു പുരാതന ക്രൈസ്തവ സമൂഹം അവരുടെ എല്ലാ സ്മരണകളോടും കൂടെ അവിടെ ഇല്ലാതെയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദേവദാരുക്കളുടെ നാട്ടിൽ സമാധാനത്തിൻ്റെ മണിമുഴക്കം വീണ്ടും ഉയരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ വേദന അനുഭവിക്കുന്ന ക്രൈസ്തവരെയും ആ നാട്ടിലെ ജനങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം.